നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഞെട്ടിക്കുന്ന, അതേസമയം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. കാഴ്ചക്കാരെ കിട്ടാൻ വേണ്ടി നടത്തുന്ന ക്രൂരതകളെക്കുറിച്ച്. ഇവിടെ അതിക്രമം ഒരു കുറ്റകൃത്യം മാത്രമല്ല, അതൊരു കണ്ടന്റായി മാറുകയാണ്. ഈയൊരു വാചകം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാവും, അല്ലേ? പ്രായപൂർത്തിയാകാത്ത കുറച്ചുപേര് ഒരാളെ അരിവാളുകൊണ്ട് ആക്രമിക്കുന്നു. കൂട്ടത്തിലൊരാള് അതെല്ലാം മൊബൈലിൽ പകർത്തുന്നു. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? നമുക്കിതിലേക്ക് ആഴത്തിലൊന്നിറങ്ങി നോക്കാം. ഇതിന്റെയൊക്കെ തുടക്കം 2023 ഡിസംബറിൽ നടന്ന ഒരു ക്രൂരമായ ആക്രമണത്തിൽ നിന്നാണ്. ഒരു ഇൻസ്റ്റഗ്രാം റീൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു ആക്രമണം. അപ്പോ സംഭവം നടക്കുന്നത് ഡിസംബർ 27, 2023 ലഹരിയിലായിരുന്ന 17 വയസ്സുള്ള 4 പേർ, അവരുടെ കയ്യിൽ അരിവാളുകളുണ്ട്, അതും ഒരു ഇൻസ്റ്റഗ്രാം റീലിനു വേണ്ടി. അവർ ട്രെയിനിൽ വെച്ച് ഒഡീഷയിൽ നിന്നുള്ള ഒരു അതിഥി തൊഴിലാളിയായ കെ സൂരജിനെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു. സ്വാഭാവികമായും അതൊരു തർക്കമായി. പിന്നീട് തിരുത്തണി സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തെ അവർ ആളൊഴിഞ്ഞൊരിടത്തേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോയി. പിന്നെ നടന്നത് ക്രൂരമായ ആക്രമണമാണ്. 3 പേർ അരിവാള് വെച്ച് ആക്രമിക്കുമ്പോൾ 4ാമൻ അതെല്ലാം വീഡിയോയിൽ പകർത്തുകയായിരുന്നു. അതിനുശേഷം ഒരു വിജയചിഹ്നമൊക്കെ കാണിച്ച് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഇതിന്റെ പിന്നിൽ മോഷണമോ വ്യക്തിവൈരാഗ്യമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവരുടെ ഒരേ ഒരു ലക്ഷ്യം വൈറലാകാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു. അതായത് ആ ആക്രമണം തന്നെയാണ് അവരുടെ പ്രൊഡക്റ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നടന്ന ഈ ആക്രമണത്തിന് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഇതേപോലുള്ള വ്യാജ ആക്രമണങ്ങളുടെ വീഡിയോകൾ വലിയൊരു പ്രതിസന്ധി തന്നെ ഉണ്ടാക്കിയിരുന്നു. 2023 മാർച്ചില് സോഷ്യൽ മീഡിയയിൽ എന്താണ് സംഭവിച്ചെന്ന് നോക്കാം. ഒരു വശത്ത് തമിഴ്നാട്ടിൽ അതിഥി തൊഴിലാളികൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്ന വീഡിയോകൾ പ്രചരിക്കുന്നു. മറുവശത്ത് യാഥാർത്ഥ്യമെന്തായിരുന്നു? തമിഴ്നാട് പോലീസ് തന്നെ ഈ വീഡിയോകൾ വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. അതായത് ആളുകളിൽ ഭയവും വംശീയ വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴയ വീഡിയോകളാണ് ഉപയോഗിച്ചത്. അന്നത്തെ തമിഴ്നാട് DGP ശൈലീന്ദ്രബാബു വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ബീഹാറിലുള്ള ആരോ ആണ് ഈ വ്യാജ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇത് രണ്ടും തെറ്റാണെന്ന്. നുണകൾ കൊണ്ട് പടർന്നു പിടിക്കുന്ന ഒരു ഡിജിറ്റൽ കൊടുങ്കാറ്റിനെ തടയാനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു അത്. സ്വാഭാവികമായും ഈ വ്യാജ വാർത്തകൾ പെട്ടെന്ന് തന്നെ ഒരു രാഷ്ട്രീയ വിഷയമായി മാറി. മനീഷ് കശ്യപ് എന്ന യൂട്യൂബർ അറസ്റ്റിലായി. DMK അതിഥി വിരുദ്ധ വികാരം വളർത്തുന്നു എന്ന് BJP ആരോപിച്ചു. എന്നാൽ പ്രതിപക്ഷ ഐക്യം തകർക്കാൻ BJP ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണിതെന്ന് RJDM തിരിച്ചടിച്ചു. അപ്പോ ഈ അതിഥി തൊഴിലാളികളുടെ പ്രശ്നം തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇത് രാജ്യവ്യാപകമായി നമ്മൾ കാണുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ ഭാഗമാണ്. ഈ പട്ടിക നോക്കിയാൽ നമുക്ക് കാണാം, 2023 അവസാന നാളുകളിൽ പല സംസ്ഥാനങ്ങളിലും സ്ഥിതി ഭയാനകമായിരുന്നു. തമിഴ്നാട്ടിൽ ഇൻസ്റ്റഗ്രാം റീലിനു വേണ്ടി ഒരാൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒഡീഷയിൽ ബംഗ്ലാദേശി എന്ന് വിളിച്ചു മറ്റൊരായ കൊലപ്പെടുത്തി. തെലങ്കാനയിലും ഗോവയിലും സമാനമായ സംഭവങ്ങൾ നടന്നു. അപ്പോ ഇതാണ് നമ്മൾ കാണുന്ന ഭയപ്പെടുത്തുന്ന ഒരു മാറ്റം. 2023 തുടക്കത്തിൽ അതിക്രമത്തിന്റെ വീഡിയോകൾ വ്യാജമായിരുന്നു, പക്ഷേ അത് ജനങ്ങളിലുണ്ടാക്കിയ ഭയം യഥാർത്ഥമായിരുന്നു. എന്നാൽ വർഷം അവസാനിക്കുമ്പോൾ അതിക്രമം യഥാർത്ഥമായി, അത് ഡിജിറ്റൽ ലോകത്തെ കാഴ്ചക്കാർക്ക് വേണ്ടി തന്നെ ചിത്രീകരിച്ചു. ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ്. എന്താണ് ഈ ചെറുപ്പക്കാരെ ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാനും അത് ലോകത്തെ കാണിക്കാനും പ്രേരിപ്പിക്കുന്നത്? ഈയൊരു പ്രവണതയെയാണ് പെർഫോമേറ്റീവ് വയലൻസ് അല്ലെങ്കിൽ പ്രകടനപരമായ അതിക്രമം എന്നു പറയുന്നത്. അതായത് ഇവിടെ കുറ്റകൃത്യം ചെയ്യുന്നത് മാത്രമല്ല ലക്ഷ്യം, അതിനേക്കാൾ പ്രധാനം ആ ക്രൂരത റെക്കോർഡ് ചെയ്ത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുക, അതിലൂടെ ശ്രദ്ധ നേടുക, കുപ്രസിദ്ധി നേടുക എന്നതൊക്കെയാണ്. ഇവിടെ ക്യാമറയും ആയുധം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. ഇനി ആരാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ? അവരുടെ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ മിക്കവരും സ്കൂൾ പഠനം പാതിവഴിയിൽ നിർത്തിയ 17 വയസ്സുകാരാണ്. കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ലഹരിയിലായിരിക്കും പലപ്പോഴും. സിനിമകളിലും മറ്റും മഹത്വവൽക്കരിക്കപ്പെടുന്ന അരുവ അഥവാ അരിവാൾ സംസ്കാരം ഇവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി സമൂഹത്തിൽ നിന്നും സാമ്പത്തികമായിട്ടും ഒറ്റപ്പെട്ട ഇവർ ഓൺലൈൻ ലോകത്ത് ഒരു ഐഡന്റിറ്റിക്കും സ്റ്റാറ്റസിനും വേണ്ടി എന്തു ചെയ്യാനും തയ്യാറാവുന്നു. ഗവേഷകർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും ഇത്തരം അക്രമങ്ങളെ മഹത്വവൽക്കരിക്കാനുള്ള ഒരു കേന്ദ്രമായി മാറുന്നു എന്നാണ്. ചില തീവ്രഗ്രൂപ്പുകൾ വിദ്വേഷം നിറഞ്ഞ കണ്ടന്റിൽ നിന്ന് പണം കണ്ടെത്താൻ പോലും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ
തിരുത്തണിയിലെ ആക്രമണത്തെ നമ്മളൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണരുത്. മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ പുതിയ ഡിജിറ്റൽ ലോകത്തിന്റെ അപകടകരമായ ഒരു യാഥാർത്ഥ്യത്തിന്റെ ലക്ഷണമാണ് അതിനെ കാണേണ്ടത്. ഒരു ഡിജിറ്റൽ ക്രൂരതയിലേക്ക് നയിക്കുന്ന വഴികൾ നമുക്കൊന്ന് നോക്കാം. ഇതിനൊരു 4 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടലും അവസരങ്ങളില്ലാത്ത അവസ്ഥയുമാണ്. രണ്ടാമതായി ലഹരിയുടെ ഉപയോഗം, അത് ആത്മനിയന്ത്രണം ഇല്ലാതാക്കുന്നു. മൂന്നാമതായി സോഷ്യൽ മീഡിയയിൽ വൈറലാകാനുള്ള ആഗ്രഹം. ഈ മൂന്നും ചേരുമ്പോൾ ദുർബലനായ ഒരാളെ അവർ ഇരയായി തെരഞ്ഞെടുക്കുന്നു. ഈ വിഷയം എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവമുള്ളതാകുന്നത്? അതിന്റെ ഉത്തരം ഈ കണക്കിലുണ്ട്. ഏകദേശം 10 ലക്ഷം അതിഥി തൊഴിലാളികളാണ് തമിഴ്നാടിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ സുരക്ഷ എന്നത് നമ്മളെല്ലാവരെയും ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ലക്ഷക്കണക്കിന് ആളുകൾക്ക് കാണാൻ വേണ്ടി ഒരാൾ ഒരു ക്രൂരകൃത്യം ചെയ്യുമ്പോൾ ആരാണ് യഥാർത്ഥ ഉത്തരവാദി? ആയുധം കയ്യിലേന്തുന്ന ആളാണോ? അതോ അവർക്ക് കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒരു ഡിജിറ്റൽ വേദി ഒരുക്കിക്കൊടുക്കുന്ന സമൂഹമാണോ? നമ്മുടെ ജീവിതം കൂടുതൽ ഡിജിറ്റലാകുമ്പോൾ യഥാർത്ഥ ലോകവും ഡിജിറ്റൽ ലോകവും തമ്മിലുള്ള അതിരുകൾ മാഞ്ഞുപോവുകയാണ്.